രോഗികളുടെ ബന്ധുക്കൾക്ക് ആശ്വാസമാകുന്ന ആശ്വാസകിരണം പദ്ധതി അവതാളത്തിലായിട്ട് മാസങ്ങളായി. ചെറിയ തുകയാണെങ്കിലും മാസം തോറുമുള്ള 600 രൂപ കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. പ്രതിസന്ധിയുടെ ജീവിതങ്ങൾ അന്വേഷിക്കുന്ന മീഡിയ വൺ പരമ്പര തുടങ്ങുന്നു. ആശ്വാസം നിലയ്ക്കുന്നു. മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പിലായവരെയും പരിചരിക്കുന്ന ബന്ധുക്കൾക്കുള്ള ആശ്വാസകിരണം പദ്ധതി അവതാളത്തിലാണ്. മാസങ്ങളായി തുക ലഭിക്കുന്നില്ല. 600 രൂപയാണ് മാസം ലഭിക്കുന്നതെങ്കിലും പലർക്കും ഈ പണം വലിയ ആശ്വാസമാണ്. ആ പണം ലഭിച്ചാൽ അനിയന് മരുന്ന് വാങ്ങുകയെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് കോഴിക്കോട് ചേളന്നൂർ പുതിയേടത്ത് താഴത്തെ ശ്രീജ. അത്രയേറെ കഷ്ടത്തിലാണ് ഇവരുടെ ജീവിതം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ഗുളികകളെടുത്ത് കുടിച്ച് ചാവാൻ കളിച്ചതാണ്. ഇത്രയ്ക്ക് വെറുത്ത് വയ്ക്കുന്നു. തിന്നാനും കുടിക്കാനും വേണ്ട, എനിക്ക് പോട്ടെ, എൻ്റെ കാര്യം പെട്ടതിനും കൊടുക്കണ്ടേ, അതത്ര വിഷമമുള്ളൂ. ഈ വാക്കുകൾ കേട്ടു നിൽക്കുമ്പോൾ തകർന്നു പോകും നമ്മൾ. ഞാനൊന്നുമില്ലെങ്കിലും കഴിയും, അവനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് മുന്നിൽ അവരോട് എന്തു പറയുമെന്നറിയാതെ പകച്ചു നിന്നു പോകും. അത് എപ്പോഴും ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ വേറെ ബിസ്ക്കറ്റ് വേണ്ടാറ്, വേറെ എന്ത് വാങ്ങി കൊടുക്കാനാ ഞാൻ അതേപോലെ 10 ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാതെ. ഒരു സ്നേഹവീടാണിത്. അനുജനെ സംരക്ഷിക്കാൻ ജീവിതം പോലും മാറ്റിവെച്ച ശ്രീജയുടെയും സഹോദരൻ മനോജിന്റെയും വീട്. എന്തിനാണെന്നും അതിന്റെ ഗൗരവവും അറിയില്ലെങ്കിലും അവന്റെ ഈയമോള് കരയുന്നത് കണ്ടാൽ മനോജിന് പിടിച്ചു നിൽക്കാനാകില്ല. (2019) ഇവരുടെ അമ്മ മരിച്ചതാണ്. അതുവരെ ശ്രീജ ജോലിക്ക് പോയാണ് കുടുംബം നോക്കിയത്. അമ്മ മരിച്ചതോടെ അതിനും പറ്റാതായി. ഇന്നിപ്പോൾ ശ്രീജയാണ് മനോജിനെല്ലാം. ആശ്വാസകിരണം ധനസഹായം ശ്രീജയ്ക്ക് ലഭിക്കാനുള്ള അപേക്ഷകളെല്ലാം നൽകിയിട്ടുണ്ട്. ലഭിക്കുന്നില്ലെന്ന് മാത്രം. ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് കിട്ടും. എത്രയോ പ്രാവശ്യം കൊറിയർ അയച്ചിരിക്കുന്നു. എമർജൻസി പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പൈസയൊക്കെ അടിച്ച് വേഗം അയച്ചിരിക്കുന്നു. പക്ഷെ അതും ഇല്ല. അല്ലാണ്ട് എത്രയോ പ്രാവശ്യം അതിൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തിരുന്നു, അതും ഇല്ല. 600 രൂപയാണ് ധനസഹായം. ചെറിയ തുകയായിരിക്കാം, പക്ഷേ അതുകൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച തീരെ വയ്യാണ്ട് കിടക്കായിരുന്നു. ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. നേരെ വൈകിട്ട് എണിക്കുള്ളൂ. എനിക്ക് പൊന്തുന്നില്ല, കൈ പൊന്തുന്നില്ല, ഇങ്ങനെ പൊന്തിച്ചുകൂടാ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഡോക്ടർ 250 ഫീസ് കൊടുക്കണം. തിങ്കളാഴ്ച വരുള്ളൂ. ഞായറടുത്ത് പോവുകയാണെങ്കിൽ തന്നെ പെൻഷൻ വന്നാൽ കിട്ടിയാൽ പോവുക, ഇല്ലെങ്കിൽ അതില്ല. അപ്പം ഇരിക്കുക അവിടെ അത്ര തന്നെ. എന്തെങ്കിലും സഹായം കിട്ടിയാൽ ആ മരുന്നൊന്നും കൂടി വാങ്ങി പോയി കുടിക്കണം. നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. മനോജിന് ലഭിക്കുന്ന ഭിന്നശേഷി പെൻഷനും 4 മാസം കുടിശ്ശികയാണ്. സർക്കാരിനോടാണ്. 2 ജീവനുകളാണ്. അവർക്കിതേയുള്ളൂ ജീവിക്കാനുള്ള മാർഗം. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ വൺ, കോഴിക്കോട്. വലിയ കഷ്ടമാണ് ഇവരുടെ കാര്യം. ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് സർക്കാർ നൽകേണ്ട കുടിശ്ശിക ലഭിക്കാതെ കഷ്ടപ്പെടുന്നത്. സർക്കാരിനോട് ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഷിത പറഞ്ഞതുപോലെ ജീവിതങ്ങളാണ്, വളരെ അത്യാവശ്യമാണ് ഇവരിലേക്ക് ശ്രദ്ധയെത്തേണ്ടത്. ഇവർക്ക് കൃത്യമായി തന്നെ ഈ തുക ലഭിക്കേണ്ടത്. ഷിത ജഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.